ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ. മദീനയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം. എല്ലാവരും ആതിഥ്യത്തിന് ക്ഷണിച്ചു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, എൻ്റെ ഒട്ടകത്തെ അതിൻ്റെ വഴിക്ക് വിടുക, അതിന് കൽപ്പനയുണ്ട്. കൽപ്പന പ്രകാരം ഒട്ടകം മുട്ടുകുത്തിയ ഇടം സഹിൽ, സുഹൈൽ എന്നീ രണ്ട് അനാഥ മക്കളുടെ ഉടമസ്ഥതയിലുള്ള തോട്ടമായിരുന്നു. ഹിജ്റയുടെ 1-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിക്കുകയാണ്. അതായിരുന്നു മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ ആരംഭം. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിചരണത്തിലുള്ള ഈ രണ്ട് അനാഥ മക്കളെയും വിളിച്ചു വരുത്തി അവരുടെ സ്ഥലം പള്ളിക്കു വേണ്ടി അനുവദിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അവർ ഔദാര്യമായി നൽകാൻ സമ്മതിച്ചുവെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവിടുന്ന് വില കൊടുത്തു വാങ്ങി മഹാന്മാരായ സ്വഹാബികൾക്കൊപ്പം പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുകരങ്ങൾ കൊണ്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നു. ഏകദേശം 3 മുഴം ആഴത്തിൽ കുഴിച്ചു. കല്ലുകൾ കൊണ്ട് അടിസ്ഥാനം പണിതു. 1-ാമത്തെ ശില പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിന്നീട് ക്രമപ്രകാരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻ കുല്ലി വാഹിദി മിൻഹും അജ്മഈൻ, തുടർന്ന് ഓരോ സ്വഹാബികളും കല്ലുകൾ നിരത്താൻ തുടങ്ങി. കല്ലുകൊണ്ടുള്ള അടിത്തറയും ഇഷ്ടികകൾ കൊണ്ടുള്ള മതിലും ഈത്തപ്പന തൂണുകളും ഈത്തപ്പന ഓലയും മട്ടലും മേൽക്കൂരയുമായി ഇസ്ലാമിലെ മനോഹരമായ മദീനയുടെ ആസ്ഥാനം മസ്ജിദുൻ നബവി നിർമ്മാണം പൂർത്തിയായി. 35 മീറ്റർ വീതിയും 30 മീറ്റർ നീളവുമുള്ള മഹത്തായ പള്ളിക്ക് നടുമുറ്റം അടക്കം ഉണ്ടായിരുന്നു. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദിൻ്റെ, റുക്കൂഇൻ്റെ, ആരാധനകളുടെ, ഉപദേശങ്ങളുടെ, നിർദ്ദേശങ്ങളുടെ, വിധികൽപ്പനകളുടെ എല്ലാം കഥ പറയാനുള്ള ആസ്ഥാന നഗരിയാണ് അൽ മസ്ജിദുൻ നബവി അഷ്ശരീഫ്. മസ്ജിദുൻ നബവിയുടെ ഓരോ ഭാഗത്തിനും നമ്മോട് കഥ പറയാനുണ്ട്. മുന്നേറ്റങ്ങളുടെയും അതിജീവനങ്ങളുടെയും ഇന്നലകളുടെയും വരാനുള്ള കാലത്തിൻ്റെയും പ്രവചനങ്ങളുടെയും എല്ലാം കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലോ മസ്ജിദുൻ നബവി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കു വേണ്ടി തിരഞ്ഞെടുത്ത മഹത്തായ സ്ഥലം ഈത്തപ്പന തോട്ടമായിരുന്നു. അവിടെ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം എത്തിയെന്ന് കൃത്യമായി പറയാൻ കഴിയും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനം അവിടെയാണല്ലോ മുട്ടുകുത്തിയത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താമസവും പത്നിമാരുടെ ഭവനങ്ങളും ഈ പള്ളിയോട് ചേർന്നു തന്നെ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധനകൾ കൊണ്ട് നിർഭരമായ മസ്ജിദുൻ നബവി ആദ്യം ബൈത്തുൽ മുഖദ്ദസിന് ഖിബിലയായിട്ടാണ് നിർമ്മാണം നിർവഹിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം ഖിബിലയുടെ ദിശ നിശ്ചയിക്കുകയും ഇമാം നിൽക്കേണ്ട സ്ഥലം നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു. 3 വാതിലുകളായിരുന്നു അന്ന് മസ്ജിദുൻ നബവിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഖിബില മാറ്റം വരുത്തിയപ്പോൾ
ബൈത്തുൽ മുഖദ്ദസിൻ്റെ ദിശയിലുള്ളതിന് എതിർവശത്ത് മിഹ്റാബ് നിശ്ചയിക്കുകയും ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് വാതിൽ തുറക്കുകയും ചെയ്തു. വീണ്ടും 3 വാതിലുകളുള്ള അനുഗ്രഹീതമായ മസ്ജിദുൻ നബവി. സ്വഹാബികളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആരാധനാ കർമ്മങ്ങളും ചർച്ചകളും പഠനങ്ങളുമായി മുന്നോട്ട് പോയി. ആരെങ്കിലും ഈ മസ്ജിദിൽ നിസ്കരിച്ചാൽ മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റേതു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചക മസ്ജിദായി ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന അവസാനത്തെ പള്ളി എൻ്റെ പള്ളിയാണ്. ഇതിൻ്റെ പ്രതിഫലം എത്രമേൽ വർദ്ധിതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർത്ത് വെച്ചു തന്നെ വായിക്കേണ്ടതാണ്. അള്ളാഹു ഖുർആനിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിന്മേൽ നിർമ്മിതമായ പള്ളി എന്ന് സൂചിപ്പിച്ചത് ഈ പള്ളിയാണെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഹിജ്റയുടെ 7-ാം വർഷം ഖൈബർ മുന്നേറ്റം കഴിഞ്ഞ് വരികയാണ്. മസ്ജിദുൻ നബവിക്ക് വേണ്ടത്ര വിശാലത പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തും വേണ്ടതുപോലെ ഒരുമിച്ച് കൂടാനോ നിസ്കരിക്കാനോ ഉള്ള വിശാലതയില്ല. ഈ പള്ളി ഒന്നുകൂടി വികസിപ്പിച്ചാലോ? മസ്ജിദുൻ നബവിയുടെ 1-ാം വികസനം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ നടക്കാൻ പോവുകയാണ്. ആവശ്യമായ സ്ഥലം വേണം. അയൽവാസിയായ അൻസ്വാരിയോട് നാളെ സ്വർഗത്തിൽ ഒരു ഭവനത്തിന് പകരം നിങ്ങളുടെ സ്ഥലം വിട്ടുതരാമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അദ്ദേഹം തൽക്കാലം വിലക്ക് വിൽക്കാം എന്ന സമ്മതത്തിലേക്ക് വന്നു. അപ്പോഴാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 10,000 ദിർഹമിന് ആ സ്ഥലം വാങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ പ്രവാചക പ്രഭോ, ഞാൻ ആ സ്ഥലം 10,000 ദിർഹമിന് വാങ്ങിയിരിക്കുന്നു. അവിടത്തേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എനിക്ക് പകരമായി വേണ്ടത് അവിടുന്ന് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ ഭവനമാണ്. ആ സ്വർഗത്തിലെ ഭവനത്തിനു വേണ്ടി മസ്ജിദുൻ നബവി വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം പ്രിയപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അനുവദിച്ചു നൽകി. അങ്ങനെ 1-ാം വികസനം മസ്ജിദുൻ നബവിക്ക് ഹിജ്റയുടെ 7-ാം വർഷം നടന്നു. അതോടെ പള്ളിയുടെ വലിപ്പം ഏകദേശം 2500 സ്ക്വയർ മീറ്ററിലേക്ക് വികസിച്ചു. 25,000-ലേറെ സ്ക്വയർ ഫീറ്റുള്ള മദീനയിലെ പള്ളി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സാർത്ഥവാഹക സംഘങ്ങൾ വരുന്നതും താമസിക്കുന്നതും ചർച്ചകൾ നടത്തുന്നതും പള്ളിയോട് ചേർന്ന് തന്നെ. വിധികൽപ്പനകൾ നടത്തുന്ന കോടതിയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന മസ്ലഹത്ത് മുറിയും മുന്നേറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പാർലമെൻറ്റും രോഗികളായി കിടക്കുന്നവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചെരുവുകളും എല്ലാം മസ്ജിദുൻ നബവിയോട് ചേർന്ന് തന്നെ. ഒരു സംസ്കാരത്തെ പള്ളിയിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുടെ ഓരോ ഭാഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർത്ത് വിശേഷങ്ങളും വിശേഷണങ്ങളും കഥകളും വിവരണങ്ങളും നമ്മോട് പങ്കുവെക്കാനുണ്ട്. ആ മസ്ജിദുൻ നബവിയെക്കുറിച്ചുള്ള വായനകളിലേക്കാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കടന്നു പോകാനുള്ളത്. പള്ളിയുടെ ഓരോ ഭാഗത്തും അഥവാ തെക്കുഭാഗത്തേക്കാണ് മസ്ജിദുൻ നബവിയുടെ ഖിബില അല്ലെങ്കിൽ മിഹ്റാബ് നിലകൊള്ളുന്നത്. അവിടെയാണല്ലോ കഅബയുടെ ഭാഗം അഥവാ മക്ക. ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടതു സൈഡിലാണ് അവിടുത്തെ പൊതു ഖബർസ്ഥാൻ അഥവാ ജന്നത്തുൽ ബഖീഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ആദ്യമായി മദീനയിൽ വെച്ച് ലോകത്തോട് വിട പറയുന്നത് അസ്അദ് ബിൻ സുറാറ എന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിക്കും നമ്മോട് ഏറെ പറയാനുണ്ട്. നമുക്ക് മസ്ജിദുൻ നബവിയിൽ സന്ദർശിക്കാനും നിസ്കരിക്കാനും അനുഗ്രഹീതമായ സാന്നിധ്യത്തെ അനുഭവിക്കാനും സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ നിരന്തരമായി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് മദീനയിലെത്താനുള്ള ആഗ്രഹം. നമുക്ക് ഇൻഷാ അല്ലാഹ് മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലൂടെ അല്പനേരം സഞ്ചരിക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്
വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്.